ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെൻ ഡ്രൈവ് എങ്ങനെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം, പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായി ആദ്യം മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. പെൻ ഡ്രൈവ് കമ്പ്യൂട്ടറിലായാലും ലാപ്ടോപ്പിലായാലും കണക്ട് ചെയ്തിരിക്കണം. എന്നതിന് ശേഷം ഈ പെൻ ഡ്രൈവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടേൺ ഓൺ ബിറ്റ് ലോക്കർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. യൂസ് എ പാസ്വേഡ് ടു അൺലോക്ക് ദ ഡ്രൈവ് എന്ന ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. എന്നതിന് ശേഷം സേവ് ദ റിക്കവറി കീ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സേവ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. സ്റ്റാർട്ട് എൻക്രിപ്റ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ എൻക്രിപ്റ്റിംഗ് കഴിയാൻ ടൈം കുറച്ചെടുക്കും, അരമണിക്കൂറോളം ആവും. അത് കാരണം വെയിറ്റ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജായ സാദിഖ് ബിസ്മി എന്നുള്ളത് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് എൻക്രിപ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യരുത്. റിമൂവ് ചെയ്താൽ നിങ്ങളുടെ പെൻ ഡ്രൈവ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. എൻക്രിപ്ഷൻ കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കും, എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ഇടുന്ന് ക്ലോസ് ചെയ്യുക. എന്നതിന് ശേഷം വീണ്ടും മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ പെൻ ഡ്രൈവിനകത്ത് ഒരു ലോക്കിൻ്റെ ചിഹ്നം വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ലോക്കിൻ്റെ ചിഹ്നം. ഇനി നമുക്ക് പെൻ ഡ്രൈവ് ഒന്ന് റിമൂവ് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം. ഇജക്റ്റ് ചെയ്യാം. റിമൂവ് ചെയ്തു. നമുക്കൊന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാം. വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നതായിട്ട് കാണാം. പാസ്വേഡ് അടിച്ചു കൊടുത്താലേ പിന്നെ ഓപ്പൺ ആവുള്ളൂ. നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ ഇത് ഫോൾഡർ ലോക്കായിട്ടാണ് കാണുന്നത്. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ അവിടെ കൊടുത്ത പാസ്വേഡ് ഇവിടെ അടിച്ചാൽ മാത്രമേ ഇത് ലോക്ക് ആവുള്ളൂ. പാസ്വേഡ് അടിച്ചതിന് ശേഷം അൺലോക്ക് കൊടുക്കുക. 3-4 സെക്കൻഡിനുള്ളിൽ ഇപ്പോൾ ലോക്കായിരിക്കുന്നതാണ്. അൺലോക്ക് ആയിട്ടുണ്ടാവും. ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ലോക്ക് വേണ്ട, അല്ലെങ്കിൽ പാസ്വേഡ് നമുക്ക് മാറ്റണം, ചേഞ്ച് ചെയ്യണം എന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ കൺട്രോൾ പാനലിൽ വരിക. എന്നതിന് ശേഷം ബിറ്റ് ലോക്കർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ പെൻ ഡ്രൈവിൻ്റെ ഇത് കാണിക്കും. ബിറ്റ് ലോക്കർ ഓഫ് എന്നുണ്ട്. ഇവിടെ മാനേജ് ഉണ്ട്. ഈ മാനേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് പാസ്വേഡ്, ചേഞ്ച് പാസ്വേഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ബിറ്റ് ലോക്കർ വേണ്ട, അത് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ടേൺ ഓഫ് ബിറ്റ് ലോക്കർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എൻക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അരമണിക്കൂറാവും. ഒരിക്കലും റിമൂവ് ചെയ്യരുത്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് അതിന് റിമൂവ് ആയിട്ടുണ്ടാകും. പിന്നെ പാസ്വേഡ് ചോദിക്കുന്നതല്ല. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക.